ഞാൻ ജെബിൻ ഷഫീഖ്. വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാൻ എല്ലാ സാരീസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. സെയിം ടൈം എനിക്ക് നമ്മൾ ആ വീഡിയോയിലെ സാരീസ് വെബ്സൈറ്റിൽ ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെ ഇല്ല. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന സാരീസ് ആട്ടോ. ഓർഗൻസയിൽ ഫുൾ എംബ്രോയിഡറി വർക്കാണ്, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബോഡി വരുന്നത്. നല്ലൊരു കളർ ടോണിലാണ് സാരി വരുന്നത്. പേസ്റ്റൽ ടോണാണ്, പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. ഷാമ്പെയിൻ പിങ്കിന്റെ തന്നെ ഒരു ലൈറ്റ് ടോണിലായിരിക്കും കേട്ടോ സാരി വരുന്നത്. ഫുൾ സാരിയിൽ കണ്ട ഒരു ജാൽ ഡിസൈനിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ തന്നെ സെൽഫ് കളറിൽ തന്നെ ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ആ ഒരു ലൈറ്റ് പിങ്കിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്കാണ് ഫുൾ ബോഡിയിൽ വരിക. ഈ ഒരു പാറ്റേണിലാട്ടോ ബോഡിയിൽ വർക്ക് വരുന്നത്. ബോർഡർ വരുമ്പം ഇതായിരിക്കും ബോർഡറിൽ വരുന്ന വർക്ക്. ഇതിൽ വരുമ്പം ഒരു ഗ്രീൻ, പൗഡർ ബ്ലൂ, ഷാമ്പെയിൻ പിങ്ക്, ഈ 3 കളർ ടോണിലായിരിക്കും ബോർഡറിൽ വർക്ക് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. വീണ്ടും ത്രെഡ് വർക്ക് തന്നെയായിരിക്കും വരുന്നത്. ഈ ഒരു ഏരിയ വരുന്നതും ത്രെഡ് എംബ്രോയിഡറി തന്നെയാണ്. അത് കഴിഞ്ഞ് ഒരു ക്രോഷ്യോ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സാരിയിൽ. നല്ലൊരു പാറ്റേണാണ്. ഇതേ പാറ്റേണിൽ തന്നെയാണ് 2 സൈഡിലും ബോർഡർ വരുന്നത്. അപ്പറും ലോവറും വരുന്നത് ഇതേ പാറ്റേണിൽ തന്നെയാണ്. ഫ്ലോറൽ ഒരു മൾട്ടി കളർ എംബ്രോയിഡറി വർക്കും ക്രോഷ്യോ ലേസിലും ആയിരിക്കും വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ എല്ലാ സൈസിനും വരുന്ന പോലെ തന്നെ ഹാഫ് പോർഷനിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. മുന്താണി ഫുൾ ഈ ഒരു പാറ്റേൺ തന്നെ വരുന്നുണ്ട്. എംബ്രോയിഡറി വർക്കിൽ തന്നെ സാരിയുടെ പല്ല് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ റണ്ണിങ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ക്രോഷ്യോ ലേസ് ആയിരിക്കും ബ്ലൗസിൻ്റെ എഡ്ജിൽ വരുന്നത് സാരിക്ക് ബ്ലൗസിന്. അടുത്ത ഓർഗൻസ സാരി വരുന്നത് നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആട്ടോ സാരിയുടെ ഷെയ്ഡ്. ഇതിന്റെ കറക്റ്റ് കളർ പറയുകയാണെങ്കിൽ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടല്ലോ, പൈനാപ്പിൾ ജ്യൂസിന്റെ ആ ഒരു ഷെയ്ഡാണ് സാരിക്ക് വരുന്നത്. വർക്ക് എല്ലാം സെയിം തന്നെയാണ്. ജാൽ ഡിസൈനിലായിരിക്കും കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ജാൽ പാറ്റേണിൽ തന്നെ പേസ്റ്റൽ യെല്ലോയിൽ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ബോർഡർ വരുമ്പോൾ കണ്ടോ നല്ല പാറ്റേണിലാണ് എല്ലാ സാരീസിനും ബോർഡർ വരുന്നത്. ഒരു എംബോസ്ഡ് എംബ്രോയിഡറി വർക്കിലായിരിക്കും സാരിക്ക് ബോർഡർ വരിക. അത് കഴിഞ്ഞ് വീണ്ടും പേസ്റ്റൽ യെല്ലോയിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അതിനുശേഷം വരുന്നത് ക്രോഷ്യോ ലേസ് ആയിരിക്കും വരുന്നത്. ഡബിൾ സൈഡിലും സെയിം പാറ്റേൺ തന്നെയാണ്. മുന്താണിയിലും ഇതേ വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പല്ലുവിലും വരിക. ഇതേ എംബ്രോയിഡറി വർക്കിൽ തന്നെ ആയിരിക്കും മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് റണ്ണിങ് പേസ്റ്റൽ യെല്ലോയിൽ ക്രോഷ്യോ ലേസിൽ തന്നെയുള്ള ബ്ലൗസാണ് വരുന്നത്. അടുത്ത ഓർഗൻസ സാരി വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലൊരു ഗ്രേ ടിൻറ്റഡ് ഗ്രീൻ ആട്ടോ. നല്ലൊരു കളർ ടോണാണ് വരുന്നത്. പേസ്റ്റൽ ചായിട്ടുള്ള ഒരു സോഫ്റ്റ് കളർ. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത്. ജാൽ ഡിസൈനിലായിരിക്കും ഫുൾ എംബ്രോയിഡറി വർക്ക് വരിക. ബോർഡർ സെയിം പാറ്റേൺ തന്നെ. മൾട്ടി കളറിലായിരിക്കും സാരിയുടെ ബോർഡറിൽ വരിക വർക്ക്. കണ്ടോ ഇതായിരിക്കും സാരിയുടെ ബോർഡറിൽ പാറ്റേൺ വരിക. ഒരു ബേബി പിങ്ക് വരുന്നുണ്ട്. ബേബി പിങ്ക്, ഗ്രീൻ, ഗ്രേ ആണ് ഫ്ലോറൽ ഡിസൈൻസ് വരിക. അത് കഴിഞ്ഞും എംബ്രോയിഡറി വർക്ക് വീണ്ടും ആ ഒരു പേസ്റ്റൽ ഗ്രീനിൽ തന്നെ ആയിരിക്കും ക്രോഷ്യോ ലേസ് വരുന്നത്. റണ്ണിങ് പല്ലു. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് സ്ലീവിലെ ക്രോഷ്യോ ലേസ് ആയിരിക്കും. വീണ്ടും നല്ല സോഫ്റ്റ് കോമ്പിനേഷൻ പേസ്റ്റൽ പീച്ച് ആണ് നെക്സ്റ്റ് കളർ കേട്ടോ. പേസ്റ്റൽ പീച്ചിലും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡറിലെ വർക്ക് വരുന്ന സാരി. വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ. കളർ കോമ്പിനേഷൻസ് ആണ് മാറി മാറി വരുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഓർഗൻസ ആണ് ഫാബ്രിക് വരുന്നത്. റണ്ണിങ് മുന്താണി. ബ്ലൗസ് മെറ്റീരിയലും അവൈലബിൾ ആണ്. പ്ലെയിൻ വിത്ത് ക്രോഷ്യോ ലേസ് ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ ആണ്. ഒരു ലൈലാക്ക് ടോൺ ആട്ടോ സാരി വരുന്നത്. ലാവൻഡറിൽ ബേബി പിങ്ക് ആൻഡ് ഗ്രേ ആണ് സാരിയിൽ വർക്ക് വരുന്നത്. ഫുൾ എംബ്രോയിഡറി വർക്കിൽ തന്നെയാണ് കംപ്ലീറ്റ് വരുന്ന സാരി. മുന്താണിയും അതേ ബോർഡറും വർക്കും തന്നെയായിരിക്കും മുന്താണിയിലും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ലാവൻഡറിൽ ക്രോഷ്യോ ലേസിലായിരിക്കും. നെക്സ്റ്റ് സാരി ഒരു ഡിസൈനർ കോൺസെപ്റ്റിൽ വരുന്ന നല്ലൊരു സാരി ആട്ടോ. ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് സാരി വരുന്നത്. സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. കളർ കോമ്പിനേഷൻ നല്ലൊരു പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു പിങ്ക് ഷെയ്ഡിൽ ഒരു ആപ്ലിക് വർക്കും അതിൽ ഹാൻഡ് വർക്കും ആണ് സാരിയുടെ ബോഡി വരുന്നത്. കണ്ടോ അതും ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷനിലായിരിക്കും ഈ ഒരു ആപ്ലിക് വർക്ക് വരിക സാരിയിൽ. ഓരോ വർക്കും നമ്മൾ ഔട്ട്ലൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഹാൻഡ് വർക്ക് വെച്ചിട്ടാണ്. അതിലൊരു സിമ്പിൾ ഒരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. കൂടാതെ സെയിം ഈ ഒരു പിങ്കിൽ തന്നെയാണ് ക്രോഷ്യോ ലേസ് വരുന്നത്. ബോഡി കംപ്ലീറ്റ് കണ്ടോ ഡിഫറെൻറ്റ് കോമ്പിനേഷനിലാണ്. ഒരു ബ്രൗൺ വരുന്നുണ്ട്, ഒരു മെറൂൺ, ഗ്രീൻ, അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷനിലായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്കും അതിൽ ആപ്ലിക് വർക്കും വരുന്ന സാരിയിൽ. പല്ലു കൂടി ഞാൻ കാണിക്കാം. മുന്താണിയിലും കംപ്ലീറ്റ് ഹാൻഡ് വർക്കിൽ തന്നെ കേട്ടോ. കണ്ടോ ഒരു ലൈൻസ് വന്നിട്ട് ലൈൻ പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. അതിൽ സ്വീക്കൻസ് വർക്ക് അറ്റാച്ച്ഡ് ആണ്. ത്രൂ ഔട്ട് ദ സാരി വരുമ്പോൾ നമ്മൾ
ക്രോഷ്യോ ലേസ് ആയിരിക്കും ഫുൾ സാരിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത് കംപ്ലീറ്റ്. നമ്മൾ ഉടുക്കുമ്പോൾ നല്ലൊരു സ്റ്റൈലായിരിക്കും സാരി. സോഫ്റ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. മുന്താനിയുടെ ലോങ് ഷോർട്ട് ഇങ്ങനെ വരും. ഫുൾ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിലും ഇതേ പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസിലും ഹാൻഡ് വർക്കും സ്വീക്കിൻസ് വർക്കും വരുന്നുണ്ട്. സെയിം അതേ ഡിസൈനർ കോൺസെപ്റ്റിൽ തന്നെ സോഫ്റ്റ് സിൽക്കിൽ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു അക്വാ ഗ്രീൻ ആണ്. ഒരു സീ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. ഇതിലും കണ്ടോ ഒരു മാംഗോ മോട്ടീവ്സ് ആണ്, ഒരു പേസ്ലി മോട്ടീവ്സിലായിരിക്കും ഇതിൽ ആപ്ലിക് വർക്ക് വരിക. അതിലും ഹാൻഡ് വർക്ക് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓരോ ആപ്ലിക് വർക്കിൻ്റെയും ഔട്ട്ലൈൻ വരുന്നത് ഹാൻഡ് വർക്കിലായിരിക്കും. ഒരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് സാരിയിൽ കേട്ടോ. കണ്ടോ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസ് ഷോട്ട് ഇങ്ങനെ വരിക. ഒരു ക്രീം ത്രെഡ് വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ മുന്താണി വരുന്നതും അതേ പാറ്റേണിൽ തന്നെ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ഹാൻഡ് വർക്ക് വരും. സാരിയുടെ പല്ലു വരുമ്പോൾ സെയിം ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെ ആയിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിലും വർക്ക് വരും. ഇനി വരും ബ്ലൗസ്. നല്ലൊരു അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അടുത്ത സാരി വരുന്നത് വീണ്ടും ഹാൻഡ് വർക്ക് തന്നെ കേട്ടോ. ഫുൾ ബോഡി ഹാൻഡ് വർക്കിൽ തന്നെ വരും. മുന്താണി ബോർഡറും ബോഡിയും എല്ലാം ഹാൻഡ് വർക്കിൽ തന്നെ വരും. സോഫ്റ്റ് സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതൊരു ഇക്കത്ത് പ്രിന്റ് ആണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത്. മുന്താണിയും ബ്ലൗസ് എല്ലാം ഇക്കത്തിൽ വന്നിട്ട് ബോഡി വരുമ്പോൾ കണ്ടോ ഈ ഒരു പാറ്റേണിലാണ്. ഒരു ബാന്തിനി ഡിസൈനാണ്. ബന്ദേജ് ഡിസൈൻസ് വന്നിട്ട് ഓരോ ഡിസൈനും ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത്. കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ബാന്തിനി ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിൽ ഹാൻഡ് വർക്ക് ആട്ടോ. ഇങ്ങനെ ഒരു 6 ആക്ക് പാറ്റേണിൽ വരുന്നത് ഹാൻഡ് വർക്കാണ്. കൂടാതെ മിഡിലും ഒരു ബാദില മിറർ വർക്കും അതിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സാരിയിൽ. ഇതാണ് കംപ്ലീറ്റ് വരുന്നത്. ബോർഡറും കണ്ടോ ഇക്കത്ത് ഡിസൈൻസ് വന്നിട്ട് ഇതിൻ്റെ മിഡിലിൽ കൂടി ഹാൻഡ് ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത്. അതിലൊരു സ്വീക്കൻസ് വർക്കും വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും. ഇനി പല്ലുവിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ കാണിക്കാം. പല്ലു വരുന്നത് ഇക്കത്ത് പ്രിൻറ്റിലാണ്. ഇതിലും ഓരോ ഡിസൈനിലും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇതായിരിക്കും കേട്ടോ കംപ്ലീറ്റ്. ഇതിൽ മിറർ വർക്കും ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട്. മിറർ അല്ല കേട്ടോ, സോറി, സ്വീക്കൻസ് വർക്കാണ്. സ്വീക്കൻസ് വർക്കും ത്രെഡ് വർക്കുമാണ്. ഹാൻഡ് എംബ്രോയിഡറിയാണ് വരുന്നത് കംപ്ലീറ്റ്. ഇത് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാവുന്ന സാരീസാണ്. നമുക്കൊരു ഡോക്ടേഴ്സിനെല്ലാം നമുക്കൊരു ഡെയിലി യൂസിനും ഡെയിലി ഒരു വർക്ക് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എലഗൻ സാരീസാണ്. സോഫ്റ്റ് മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻറ്റ് അല്ല സാരി. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. പല്ലൂര് വരുന്ന ഈ ഒരു ഇക്കത്ത് പ്രിന്റിലുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇതിന്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോമിലുള്ള ഡിസൈനിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരി. സെയിം ആ ഒരു ഡിസൈനിൽ തന്നെ. അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ആട്ടോ വരുന്നത്. ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ്. ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു ബന്ദേജ് ഡിസൈനിൽ വന്നിട്ട് ഹാൻഡ് വർക്കാണ്. കംപ്ലീറ്റ് ബോഡിയിലും ഹാൻഡ് എംബ്രോയിഡറിയാണ് വരുന്നത്. ഇതിലും സ്വീക്കൻസ് വർക്കും ത്രെഡ് വർക്കിൽ വരുന്നുണ്ട്. ബോർഡർ വരുന്നതും ഹാൻഡ് വർക്കിൽ തന്നെ. ഇതായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. മിഡിൽ വരുമ്പം ഓരോ സ്വീക്കൻസും വരുന്നുണ്ട് കേട്ടോ. മുന്താണി വരുന്നത് ഇക്കത്തിൽ തന്നെ ഹാൻഡ് വർക്കിലും സ്വീക്കൻസ് വർക്കിലുമാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതിന് ഹാൻഡ് വർക്ക് പല്ലുവിൽ വരുന്നത് കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ഇക്കത്ത് ഡിസൈനിൻ്റെ മിഡിൽ കൂടി പോകുന്നത് ത്രെഡ് വർക്കാണ്. അതിൽ സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. സെയിം ഇക്കത്ത് പ്രിന്റിൽ തന്നെയായിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്. ഇതാണ് സാരിയുടെ ബ്ലൗസ്. റസ്റ്റിക് വിത്ത് ബോട്ടിൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ. ഇതിൽ ബാന്തിനി തന്നെ കേട്ടോ ഡിസൈൻസ് വരുന്നത്. ബാന്തിനി ഡിസൈൻ വന്നിട്ട് ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ്. കണ്ടോ ഫുൾ ബോഡിയിലും ഹാൻഡ് വർക്കും അതിൽ മിഡിലും ഒരു സ്വീക്കൻസ് വർക്കാണ് വരുന്നത് സാരിയിൽ. ബാന്തിനി പ്രിന്റ് ആണ് കേട്ടോ. അതിലാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ബോട്ടിൽ ഗ്രീനിൽ വരുമ്പോഴും അതേ പാറ്റേൺ തന്നെ ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും. മിഡിൽ കൂടി ഹാൻഡ് വർക്കും അതിൽ സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. പല്ലു ബോട്ടിൽ ഗ്രീനിൽ തന്നെ ഇക്കത്ത് ഡിസൈനിൽ ഹാൻഡ് വർക്ക് ആയിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഈ സാരീസ് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാവുന്ന സാരീസ് ആട്ടോ. ഇക്കത്തിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസും വരുന്നത്. സ്കൈ ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ. സോഫ്റ്റ് സെമി സിൽക്ക് തന്നെ ഫാബ്രിക് വരുന്നത്. ഈ സാരിയും ഫുൾ ബോഡി ഹാൻഡ് എംബ്രോയിഡറിയിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ ഫിഗേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പല്ലു വരുമ്പോൾ അതിൽ സ്വാൻ്റെയും അരേന്യത്തിൻ്റെ എല്ലാം ഫിഗേഴ്സ് വരുന്നുണ്ട്. മുന്താണിയിൽ വരുമ്പോൾ അത് പ്രിന്റാണ് വരുന്നത്. ഒരു ഡിസ്ചാർജ് ഡിസൈനിലായിരിക്കും ഫിഗേഴ്സ് വരുന്നത്. ബോഡി വരുമ്പോൾ കണ്ടോ ഈ ഒരു പാറ്റേണിലാണ്. ഹാൻഡ് വർക്കിൽ തന്നെയാണ് സാരിയുടെ ബോഡി വരുന്നത്. ഒരു ഡയമണ്ട് പാറ്റേൺസ് വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഔട്ട്ലൈൻ വരുന്നത് ഹാൻഡ് വർക്കിലായിരിക്കും. അതിലും സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. ബോർഡർ വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് അതിൽ ഹാൻഡ് എംബ്രോയിഡറി ആണ് ബോർഡർ കംപ്ലീറ്റ് വരുന്നത്. കൂടാതെ ഈ ഒരു ലൈൻസും ഹാൻഡ് വർക്കിൽ തന്നെയാണ് സാരിയുടെ ബോർഡർ വരുന്നത്. പല്ലു കംപ്ലീറ്റ് ഹാൻഡ് എംബ്രോയിഡറിയിലായിരിക്കും. സാരിയുടെ മുന്താണിയിൽ ഒരു ട്രീ മോട്ടീവ്സാണ് വരുന്നത്. അതിലും ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത്. മുന്താണിയുടെ എൻഡ് വരുമ്പോൾ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. നല്ലൊരു ബ്ലൂ ആണ്, സ്കൈ ബ്ലൂ ആണ് സാരിയുടെ കളർ. ഇതേ കളർ കോമ്പിനേഷനിൽ തന്നെ ഒരു ഡിസ്ചാർജ് പ്രിന്റിൽ തന്നെയാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്.
അടുത്ത സാരി വരുന്നത് നല്ലൊരു ഡിസൈനർ കോൺസെപ്റ്റിൽ വരുന്ന സാരിയാണ്. ക്രേപ്പ് ജോർജറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. നല്ല സോഫ്റ്റ് കളർ കോമ്പിനേഷനിൽ നല്ലൊരു എലഗന്റ് സാരിയാണ് വരുന്നത്. ജോർജറ്റും ക്രേപ്പ് എല്ലാം ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആട്ടോ ഈ സാരി. കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രേ ആണ്, ഒരു ഡസ്റ്റി ഗ്രേ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ നല്ല ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിൽ ഒരു ഓവൽ പാറ്റേണിലാണ് സാരിയുടെ ഡിസൈൻസ് വരുന്നത്. അതിൽ ഓരോ ഡിസൈനും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഫോയിൽ പ്രിന്റ് വെച്ചിട്ടാണ്. സാരിയുടെ ഡീറ്റെയിലിംഗ് ഞാൻ കാണിക്കാം. അതൊരു ട്രിപ്പിൾ കളർ കോമ്പിനേഷനിലാണ് ഈ ഓവൽ ഡിസൈൻസ് വരുന്നത്. ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് പേർപ്പിൾ ആണ്. പേർപ്പിൾ കോമ്പിനേഷൻ വന്നിട്ട് ആ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത് കണ്ടോ, ഫോയിൽ പ്രിന്റ് വെച്ചിട്ടാണ് ഓരോ ഡിസൈൻസും വരുന്നത്. ഫസ്റ്റ് കളർ ഇങ്ങനെ വരും. സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു ഗ്രേ ആണ്, ഒരു ഡാർക്ക് ഗ്രേയിലായിരിക്കും ഫോയിൽ ഡിസൈൻസ് വരുന്നത്. തേർഡ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ, ഗ്രീനാണ്, സീ ഗ്രീനാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിലും ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട്. ഓൾ ഡിസൈനിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഫോയിൽ പ്രിന്റ് ആണ്. ഇതിലൊരു ഗം സ്റ്റോൺസ് അറ്റാച്ച്ഡ് ആണ്. സാരിയുടെ ബോർഡർ വരുമ്പോൾ ഗം സ്റ്റോൺസ് വരുന്നുണ്ട്. കൂടാതെ പേർപ്പിളിലുള്ളൊരു പൈപ്പിംഗ് വരുന്നുണ്ട് സാരിക്ക്. ഇതേ ഈ ഒരു ഓവൽ ഡിസൈൻസിന് തന്നെ വളരെ ഒരു മിനിയേച്ചർ ഫോമിലുള്ള ഡിസൈൻസ് ആയിരിക്കും മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ കേട്ടോ. ഇതേ പാറ്റേണിൽ തന്നെ ഫോയിൽ പ്രിന്റിൽ ഗം സ്റ്റോൺസ് മുന്താണിയുടെ എൻഡിലും വരുന്നുണ്ട്. പേർപ്പിൾ പൈപ്പിംഗ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. സോഫ്റ്റ് ക്രേപ്പ് ജോർജറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പേർപ്പിളിൽ തന്നെ ഓർഗൻസ ഫാബ്രിക്കിലാണ് സാരിക്ക് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അതിലും ഒരു ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. ഒരു സ്വീഗൻസ് വർക്കും ഉണ്ട്, വാട്ടർ ഗോൾഡ് സ്വീഗൻസ് വർക്കും ഒരു സിൽവർ ലൈൻസും വരുന്നുണ്ട് ബ്ലൗസിൽ.